ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റമദാൻ ഡേ 2 ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്ക് പെരി പെരി ചിക്കൻ പോളയാണ്. ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നോമ്പിനും അല്ലാത്ത സമയത്തും പിസ്സ ഇഷ്ടമുള്ളവർക്ക് പോള ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഒരുപാട് ടൈം എടുത്ത് മെനക്കെട്ട് ഉണ്ടാക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോളയാണ് കേട്ടോ പെരി പെരി ചിക്കൻ പോള. പെരി പെരി അൽഫാമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ് പെരി പെരി ചിക്കൻ പോള. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കളറിന് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും വിനെഗറും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി, ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയം ഫ്രിഡ്ജിൽ വെച്ച് ചിക്കൻ സെറ്റാവാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ നമുക്ക് എന്ത് ചെയ്യുക, ഈ മാഗ്നേറ്റ് ചെയ്ത പാടന്നെ നമുക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ മാഗ്നേറ്റ് ചെയ്ത ചിക്കന് ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ചിക്കനും ഇതാ നമ്മളൊന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ. അപ്പോൾ ഏകദേശം ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഈ പെരി പെരി ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പകുതി സവാളയും 2 വറ്റൽമുളകും ഒരു വെളുത്തുള്ളി മാത്രം ഇത്ര എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ടൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പോളയിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവാള എടുത്തിട്ടുണ്ട്. അത് ഓയിലിൽ കുറച്ചൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ഭാഗം ക്യാപ്സിക്കമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരു 1/2 ക്യാപ്സിക്കമൊക്കെ എടുക്കാം. ഞാനിവിടെ 1/4 ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സവാളയും ക്യാപ്സിക്കവും നന്നായിട്ട് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത്, ഒരുപാട് വാടണ്ട കേട്ടോ, അതിലേക്ക് നമ്മൾ ആ അരച്ചു വെച്ച ചട്നി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ചട്നിയിൽ ആ അരച്ച മിക്സിയിൽ നിന്ന് കുറച്ച് വെള്ളം ചുഴറ്റിയിട്ട് അതും ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചെറിയ ജീരകം പൊടിച്ചതും ഇത്രയാണ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റി വരാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആ ഫ്രൈ ചെയ്ത ചിക്കനെ ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഒരുപാട് ക്രഷ് ചെയ്യേണ്ട കേട്ടോ, ഒരുപാട് ക്രഷ് ചെയ്ത് ഒട്ടി പിടിക്കും. പക്ഷേ ഈ കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെത് കുറച്ചൊന്ന് കൂടുതലായിട്ട് ക്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്രഷ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പോള ഫില്ലിങ്സിലേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പോള ഫില്ലിങ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് പോളയിലേക്കുള്ള ബാറ്റർ ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 3 മുട്ട, പിന്നെ അതേപോലെ തന്നെ 1 കപ്പ് മൈദ, 3/4 കപ്പ് പാല്, ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു എന്താ പറയുക, നമ്മളൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്ര ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഒരുപാട് അടിച്ച് ഇതാക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ആ ഒരു ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പോളൻ്റെ ലെയർ ഉണ്ടാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്രൈ പാനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട്, ഇനി അതിൽ കുറച്ച് ഓയിൽ കൂടുതലായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. ഓയിൽ ഒരുപാട് ഇങ്ങനെ ഇതായി നിൽക്കരുത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുക്കറിലൊക്കെ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഫ്രൈ പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കട്ടി പോലെ ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് നമ്മളിങ്ങനെ ജസ്റ്റ് നമുക്കറിയാമല്ലോ, നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമ്മൾ ആ ബാറ്റർ എന്ത് ചെയ്യുക, ആ ഒരു ഫില്ലിങ്സിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചിക്കൻ ഇറച്ചിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇവിടെ അത്രയും നമ്മളിങ്ങനെ ഒരുപാട് ടൈം എടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളിങ്ങനെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക, അതിന് മുകളിൽ ഫില്ലിങ്സ് വെക്കുക, വീണ്ടും ബാറ്റർ ഒഴിക്കുക, എന്നിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ബാറ്റർ ബാക്കി ഉണ്ടാവും, അത് ജസ്റ്റ് എന്ത് ചെയ്യുക,
ഈ ഒരു ഫില്ലിങ്സിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റമദാനിന് തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള ബാറ്റർ കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആ ഒരു പാന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് കറക്റ്റാക്കി എടുത്താൽ മതി. ഇനി നമുക്കിത് കുറച്ച് നേരം ഒരു 25 മിനിറ്റൊക്കെ സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ നിങ്ങൾ വെച്ചാൽ മതി, അതല്ലെങ്കിൽ അടിയൊക്കെ ഒന്നിങ്ങനെ മുരിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ ഒരുപാട് ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പോളവിടെ സെറ്റായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. തീ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനൊക്കെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. കേട്ടിട്ട് അപ്പോൾ ബൈ.